Montage VLR, our YouTube channel. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായി വാങ്ങിയ ഫോൺ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം എടുത്ത സിം കാർഡ്, ഇതെല്ലാം ഏത് ഡേറ്റിലാണ് എടുത്തത്? ഇതിനെല്ലാം അന്ന് എന്ത് റേറ്റ് വന്നു? ഓർമ്മയുണ്ട് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായി വാങ്ങിയ ഫോൺ മോട്ടോറോളയുടെ L7 ആണ്. മോട്ടോറോളയുടെ L6 ഒരു കൂട്ടുകാരൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നുള്ള ഫോണുകളിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേ അതിനായിരുന്നു. അപ്പോൾ അത് വാങ്ങാനുള്ള പ്ലാനായിട്ടാണ് ഞാനും എൻ്റെ കൂട്ടുകാരനായ വിഷ്ണുവും കൂടി പാലക്കാട് കടയിൽ പോയത്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് L7, ഇതിലാണ് പറഞ്ഞാൽ എക്സ്ട്രാ മെമ്മറി കാർഡ് ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അന്ന് അതിനെപ്പറ്റിയൊന്നും അറിയില്ല, കാരണം വേറെ ഫോണിലൊന്നും ഈ മെമ്മറി കാർഡ് സൗകര്യങ്ങളൊന്നും അന്നില്ല. അപ്പോൾ വില അന്വേഷിച്ചപ്പോൾ L6-ന് 5000 രൂപയും L7-ന് 6000 രൂപയാണ്. 1000 രൂപയുടെ മാറ്റം. ഞാനാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ ആകെ 5000 രൂപ, 5500 രൂപ, 6000 തയ്ച്ചില്ല. അങ്ങനെ ഒരു 1500 മുകളിലുണ്ട്, എല്ലാം കൂടി പെറുക്കൂടി 1500 മുകളിലുണ്ട്. ഇതിൽ ഏകദേശമുള്ളതൊക്കെ കടവാണ്. ഈ കടവും തിരിച്ച് പൈസയും കൊണ്ടാണ് ഫോൺ വാങ്ങാൻ പോയത്. പിന്നെ സിം കാർഡിന് അന്ന് ഒരു 200 രൂപ, 199 രൂപയാണ് അവർ പുതിയ സിം കാർഡ് എടുക്കണം പറഞ്ഞ് അന്ന് ചാർജ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, അത് മലയ്ക്ക് പോകാൻ വേണ്ടി മാറ്റി വെച്ച പൈസ കയ്യിലുണ്ട്, അപ്പോൾ ഒരു 500 രൂപ കൈ തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ L7 തന്നെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അന്ന് L7 ഞങ്ങൾ വാങ്ങി. ആ ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അത് 3/7/2007 3/7/2007 നിങ്ങൾ ആ ഫോൺ ആദ്യമായി ഞാൻ വാങ്ങിയത്. ആ ഫോണിനുള്ള വില അന്നേക്ക് 6000 രൂപ, 1 രൂപ പോലും കമ്മിയാക്കി തന്നില്ല. ആ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് അന്ന് ഫോൺ വാങ്ങിയത്. പിന്നെ അത് സിം കാർഡിന് 199 രൂപയും. അങ്ങനെ ഞങ്ങളന്ന് ഫോൺ വാങ്ങിയത് 3/7/2025. ഈ ഫോണിന് 18 വയസ്സായി. അപ്പോൾ ആ ഫോണൊന്ന് നിങ്ങൾ കണ്ടേ, ആ ഫോണൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ മോട്ടോറോളയുടെ L7 എന്ന ഫോൺ. വളരെ കനം കുറവാണ്. അന്നത്തെ ഫോണ്, ഈ ഫോൺ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നോക്കിയുടെ ഒരു അങ്ങനെയുള്ള ആകൃതിയുള്ള ഒരു ഫോൺ ഉണ്ടായിരുന്നു. നോക്കിയ ഫോണാണ് അന്ന് കൂടുതൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കനം ഉണ്ടാവും, നല്ല വലിപ്പം ഉണ്ടാവും, ഡിസ്പ്ലേ വളരെ ചെറുതുമാണ്, ക്ലിയറും വളരെ കുറവാണ്. പക്ഷേ അതിനൊക്കെ വെച്ച് നല്ല ക്ലിയറും വളരെ സ്ലിമ്മായിട്ടുള്ള ഫോണ്. വലിപ്പം പകലും കയ്യിലൊക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണായിരുന്നു. അന്ന് ഡിസ്പ്ലേ അത്രയും വലിപ്പമുള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ വേറെ ഏതും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ L7 വാങ്ങിയത്. അപ്പോൾ ഇന്നൊക്കെ അത് 18 വർഷമായി ഫോൺ വാങ്ങിയിട്ട്. ഇതിൽ ഏകദേശം ഒരു 10 വർഷം വരെ ഈ ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉപയോഗിക്കാതെ വെച്ചതിന് ശേഷം ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. ബാറ്ററി ചാർജ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ വളരെ മോശമാണ്. ആ സമയത്ത് നോക്കിൻ്റെ ബാറ്ററിയൊക്കെ നല്ലപോലെ ചാർജ് നിൽക്കും. പക്ഷേ ഇത് അങ്ങനെ കൂടുതലും നിൽക്കില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ബാറ്ററി വാങ്ങിയിരുന്നു. നമ്മൾ വർക്കിനൊക്കെ പോകുകയാണ്, നമ്മൾ രാത്രി വന്ന് അത്യാവശ്യം കോൾ ചെയ്ത് വെച്ച് ഉപയോഗിച്ചാലും ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കാനൊന്നും പാടില്ല. പുറത്തെവിടെയെങ്കിലും നമുക്ക് പോകുമ്പോൾ ഫോട്ടോ എടുക്കുന്നൊക്കെ വരുമ്പോഴായിരിക്കും ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ എക്സ്ട്രാ ഒരു ബാറ്ററിയും കൂടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ബാറ്ററിക്ക് അന്ന് 500 രൂപ എന്തോ ആണ്, 1500 എന്തോ ആയിരുന്നു തോന്നുന്നു, കൃത്യമായത് ഓർമ്മയില്ല. ഒരു ബാറ്ററിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ വെളിയിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് പോകാം. എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് ഒരു ഇതിലെ ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ അടുത്ത ബാറ്ററി ഇട്ട് ഉപയോഗിക്കാം. അതേമാതിരി ഇതിൽ മെമ്മറി കാർഡ് വന്നിട്ട് ആകെ 64 MB മാത്രമേ ഉള്ളൂ. ഇതിൽ 1 GB വരെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് കടയിൽ പറഞ്ഞത്. അത് കറക്റ്റാണ്, 1 GB വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അന്ന് 1 GB മെമ്മറി കാർഡ് വന്നിട്ട് 850 രൂപ വിലയാണ്. അപ്പോൾ ചിറ്റൂരിൽ ഒരു കടക്കാരനെ കൊണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഏത് കടയിലും കിട്ടില്ല, പാലക്കാട് ടൗണിൽ പോയി മാത്രമേ കിട്ടുള്ളൂ. ചിറ്റൂർ അന്വേഷിച്ച് പറഞ്ഞു, കോയമ്പത്തൂർ പോകുമ്പോൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കോയമ്പത്തൂർ പോകുമ്പോൾ അയാൾ അവിടെ കാർഡ് കടിച്ച് പറഞ്ഞ് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ 750 രൂപ വിലയുള്ളൂ. ഒരു 100 രൂപയോളം പാലക്കാട് ടൗണിൽ വെച്ച് നമുക്ക് ചിറ്റൂരിൽ തന്നെ 750 രൂപ കിട്ടി. അതാണ് ആദ്യമായി വാങ്ങിയ മെമ്മറി കാർഡ്. അപ്പോൾ ഇതിൽ സംഭവം എന്താ ചോദിച്ചു പറഞ്ഞാൽ, എൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ പൈസയും കൊണ്ട് ബാക്കി പൈസ ഞാൻ കടം വാങ്ങിയിട്ട്, കന്നുപെട്ടിക്കാരനെ കൊണ്ട് കടം വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഫോൺ വാങ്ങാൻ വേണ്ടി പോയത്. പോകാൻ നിൽക്കുമ്പോൾ സമയത്ത് 2 ദിവസം മുമ്പ് വേറെ ഒരു കൂട്ടുകാരൻ കൊണ്ട് പറഞ്ഞു, അവൻ പറഞ്ഞു ഒരു 500 രൂപ വേണം, അത്യാവശ്യമാണ്, എന്തായാലും നീ ഫോൺ വാങ്ങുന്നതിനുള്ള തിരിച്ചു തരാൻ പറഞ്ഞു. അവസാനം പൈസ കൊടുത്തു. അവൻ തിരിച്ച് തരാനും വഴിയില്ല. പക്ഷേ പൈസ തിരിച്ചു തന്നില്ല. തിരിച്ചു ചോദിച്ചപ്പോൾ ആകെ പ്രശ്നങ്ങളായി. കാരണം അന്ന് എനിക്ക് വന്നിട്ട് 100 രൂപ കൂലിയേ ഉള്ളൂ. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുത്താൽ 100 രൂപയാണ് കിട്ടുന്നത്. 60 ദിവസം പണിയെടുക്കണം ഈ 6000 രൂപേൻ്റെ ഫോൺ വാങ്ങാൻ. അതിൽ 5 ദിവസത്തെ കൂലിയാണ് അവൻ്റെ കൊടുത്തത്, 500 രൂപ. അത് തന്നുമില്ല. ആകെ പ്രശ്നമായതായി. ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് വേണം. അവസാനം പിണങ്ങും, ഉള്ള ബന്ധങ്ങൾ പോകും. കടങ്ങൾ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കുക. പക്ഷെ അവന് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വിഷ്ണുവിനെ കൊണ്ട് മലയ്ക്ക് പോകാൻ വെച്ച പൈസ, മാറ്റി വെച്ച പൈസയിൽ നിന്ന് എനിക്ക് 500 രൂപ അവനെ കൊണ്ട് വാങ്ങേണ്ടി വന്നിട്ടുണ്ടായില്ല. അതൊരു ഇതായി. പക്ഷെ അവന് മലയ്ക്ക് പോകേണ്ട സമയത്ത് എനിക്ക് തിരിച്ച് കൊടുക്കാനും പറ്റിയില്ല. കാരണം ഞാൻ കന്നുപെട്ടിക്കാരനെ കൊണ്ട് തന്നെ ഒരു 5000 രൂപ എടുത്തു. 5000-ൽ
450 രൂപ തരും, 5000 രൂപ അടച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ അയാൾക്കും ഡെയിലി അടച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഇവൻ്റെ പൈസ, വിഷ്ണുവിൻ്റെ പൈസ കൊടുക്കണം. എനിക്ക് അമ്മയ്ക്ക് പറ്റിയില്ല. കിട്ടുന്ന 100 രൂപ കൂലി കളിച്ചു കഴിഞ്ഞാൽ ഇവരിൻ്റെ കൊടുക്കുന്നതെല്ലാം വീട്ടിൽ ചിലവ് മറ്റൊക്കെ ആകുമ്പോൾ പറ്റിയില്ല. പക്ഷേ വിഷ്ണു മലയ്ക്ക് പോയി വന്ന് അതിന് കുറച്ച് ദിവസത്തിനുള്ളിലാണ് ഞാൻ പൈസ തിരിച്ചു കൊടുത്തത്. പക്ഷേ അതാ പറഞ്ഞു വന്നത്, ഒരാളെ നമ്മൾ സഹായിക്കാൻ വേണ്ടി പൈസയായിട്ട് സ്വർണ്ണമായിട്ട് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അവർ തിരിച്ച് നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ സഹായിക്കുന്നത്. അവസാനം നമുക്ക് അവരൊരു എന്താ പറയുക, ഒരു എതിരിയായി മാറാനാണ് സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമില്ല. അപ്പോൾ ഈ 18 വർഷമായിട്ടും എൻ്റെ ഫോണ് ഉണ്ട്. ഫോണിൻ്റെ കംപ്ലയിൻറ്റ്, അതായത് വെറുതെ ഇട്ട കാരണമാണ് ഇത് കംപ്ലയിൻ്റ് ആയത്. ഉപയോഗിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ ചിലപ്പോൾ ഒന്നും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം 2G ആണല്ലോ, അത് കാരണം കുഴപ്പമൊന്നുമില്ല, ഒന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായി വാങ്ങിയ ഫോൺ ഏതാണ്, അതിൻ്റെ റേറ്റ് എത്രയാണ്, നിങ്ങൾ ആദ്യമായി വാങ്ങിയ സിം കാർഡ് ഏതാണ്, അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു, അതറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായി എടുത്ത കണക്ഷൻ വന്നിട്ട് ഹച്ച്, ഇതാണ് 199 രൂപയാണ് ഒരു മാസത്തെ. അന്നത്തെ ഒരു സിമ്മിന് തന്നായിരുന്നു, അതായിരുന്നു. പിന്നെ റീചാർജ് ചെയ്യുമ്പോൾ 99 രൂപയാണോ അല്ലെങ്കിൽ 199 തന്നെയാണോ ഒരു മാസത്തെ റീചാർജ്, അത് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. ഒരു മാസമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. ഒരു മാസം കഴിഞ്ഞ് പറഞ്ഞാൽ അന്ന് കോൾ ചാർജ് 1 GB. അപ്പോൾ ഈ 199 കൊടുത്താൽ 199 നമുക്ക് കിട്ടുന്നു തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. അത് 99 രൂപ നമുക്ക് കയറും, കറക്റ്റ് ഓർമ്മയില്ല. ഒരു മാസം കഴിയാറാകുമ്പോൾ ഐഡിയ പുതിയ സിം ഇറക്കാൻ തുടങ്ങി. അതും ഏകദേശം ഇതേ റേറ്റ് തന്നെയായിരുന്നു തോന്നുന്നു, 199 തന്നെയാണ് തോന്നുന്നു. പക്ഷേ കോഡ് റേറ്റ് 10 പൈസയും 15 പൈസയാണ് എന്താണ്. അതായത് ഐഡിയ ടു ഐഡിയ 10 പൈസയും മറ്റുള്ള മൊബൈലിലേക്ക് 15 പൈസ, അങ്ങനെയാണ്. അതായത് രണ്ടിലേക്കും 10 പൈസ എന്നുള്ളത് ഓർമ്മയില്ല. അത് 6 മാസം വരെ വാലിഡിറ്റി കിട്ടും. ഇതാണെങ്കിൽ റീചാർജ് ചെയ്താലും കൂടി നമുക്ക് 1 മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. അത് 6 മാസം വരെ കിട്ടും. അങ്ങനെ എടുത്താണ് ഐഡിയൻ്റെ അടുത്ത സിം. പിന്നെ ആ സിം ഇതേ കണക്ഷൻ തന്നെയാണ് മാത്ര ഈ 18 വർഷമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഇതൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, ഐഡിയ സിം തന്നെയാണ് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VI ആയി മാറിയെന്ന് മാത്രം. അപ്പോൾ അത് വന്നിട്ട് 6 മാസം വരെ എന്താ ഒരു 10 പൈസയും 15 പൈസയും നിരക്കിൽ അങ്ങനെ തന്നു. പിന്നെ അത് കഴിയാറാകുമ്പോൾ ഒരു 5 മാസം കഴിഞ്ഞതും 3 മാസം വരെ 10 പൈസയും കോൾ ചാർജ് 20 പൈസയാക്കി മാറ്റി. മറ്റുള്ള മൊബൈലിലേക്ക് 20 പൈസ. പിന്നെ അപ്പോൾ നമ്മൾ 6 മാസം വരെ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഈ ഓഫർ ഉണ്ടാവില്ല. അത് കാരണം 5 മാസം കഴിഞ്ഞതും റീചാർജ് ചെയ്തു. അതിൽ 3 മാസം, അങ്ങനെ 3 മാസം ആകുമ്പോൾ 2 മാസം കഴിഞ്ഞതും തന്നെ അവർ വീണ്ടും ഒരു ഓഫർ വന്നു. 3 മാസം വരെ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഈ ഓഫർ ഉണ്ടാവില്ല. അത് തന്നെ വീണ്ടും റീചാർജ് ചെയ്തു 15 പൈസയും 30 പൈസയും അങ്ങനെ എന്തായിട്ട്. ഇതൊക്കെ ആകുമ്പോഴേക്കും നമ്മളത് നമ്പർ ഏകദേശമുള്ള എല്ലാവർക്കും കൊടുത്തു വരും. പിന്നെ ഈ നമ്പർ മാറ്റാൻ വഴിയില്ല. പിന്നെ അതേ നമ്പർ തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ഈ 18 വർഷമായിട്ട് ഇതേ നമ്പർ തന്നെയാണ് ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. കുങ്കുമമേഘം കുളിരു കോർക്കും ഒരു മഞ്ഞല പോലെയോലാവാ.